ഹായ് ഹലോ ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒന്നാണ്, പ്രത്യേകിച്ചും കുക്കിങ്ങിൽ തുടക്കക്കാർക്ക്. നമ്മൾ ചില സമയങ്ങളിൽ തയ്യാറാക്കുന്ന കറികളിൽ ഉപ്പ് കൂടിപ്പോകാറില്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുന്ന ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാക്സിമം എല്ലാ ടൈപ്പ് കറികളിലും ഉപ്പ് കൂടിയാൽ എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഗ്രേവി ടൈപ്പായിട്ടുള്ള ഒഴിച്ചുകറികൾ, അതായത് നമ്മുടെ ഡാല് കറി, സാമ്പാർ, മോര് കറിയിലൊക്കെ നമുക്ക് ഉപ്പ് കൂടിയാൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഉരുളൻകിഴങ്ങ്, വേവിക്കാത്ത ഉരുളൻകിഴങ്ങ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഗ്രേവിയിലിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്കതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ആ കറിയിലുള്ള എക്സസ് ആയിട്ടുള്ള ഉപ്പ് ആ ഉരുളൻകിഴങ്ങ് അബ്സോർബ് ചെയ്തുകൊള്ളും. അതൊരു ടിപ്പാണ്. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് വേവിച്ചും നമുക്ക് ഇത്തരത്തിലുള്ള കറികളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അധികമായിട്ടുള്ള ഉപ്പും കുറയും, ഒപ്പം ഗ്രേവിക്ക് കുറച്ച് തിക്നെസ്സും കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടുന്നതാണ്. നമ്മുടെ ഗ്രേവിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉരുളൻകിഴങ്ങ് എടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. മീന്, അതുപോലെ ചിക്കനൊക്കെ നമ്മൾ പൊരിക്കാനായിട്ട് മസാല തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറച്ച് കൂടിപ്പോകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പൊരിക്കുന്ന സമയത്ത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നെയ്യ് ചേർത്ത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് ബാലൻസ് ആയിക്കോളും. അടുത്ത ടിപ്പ്, ഡ്രൈ മസാലകളായിട്ടുള്ള എഗ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, മഷ്റൂം റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ അത്തരം കറികളിൽ ഉപ്പ് കൂടുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ ആ കറിയുടെ എക്സസ് ആയിട്ടുള്ള ഉപ്പൊക്കെ ആ ക്രീം അബ്സോർബ് ചെയ്തുകൊള്ളും. അടുത്ത ടിപ്പ്, നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ തയ്യാറാക്കുന്ന ചന മസാല, അതുപോലെ തന്നെ തോരൻ, മെഴുക്ക് പുരട്ടി പോലുള്ള കറികളിൽ ഉപ്പ് കൂടുകയാണെങ്കിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചന മസാലയൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ നമ്മളിതുപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും, അതിലുള്ള എക്സസ് ആയിട്ടുള്ള ഉപ്പും മാറിക്കിട്ടും. ഇനി നമുക്ക് ചിക്കൻ കറി, അതുപോലെ തന്നെ ഫിഷ് കറിയൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ ആ ഒരു ഗ്രേവിയിൽ ഉപ്പ് കൂടി പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ കുറച്ച് ആട്ട ചെറിയ ചെറിയ ഉരുളകളാക്കി തയ്യാറാക്കിയിട്ട് നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ ആട്ടയുടെ ഈ ചെറിയ ചെറിയ ബോൾസുകൾ എക്സസ് ആയിട്ടുള്ള ആ ഉപ്പൊക്കെ അബ്സോർവ് ചെയ്തുകൊള്ളും. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഒരു ആട്ടയെടുത്ത് നമ്മുടെ ആ കറിയിൽ നിന്നങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇത്തരം കറികളിൽ നമുക്ക് ഉരുളൻകിഴങ്ങ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം ആ ആട്ടയുടെ ബോൾസുകളെല്ലാം ഇതുപോലെ അങ്ങ് ആ കറിയിൽ നിന്ന് മാറ്റിയാൽ മതി. ആട്ടയുടെ ഈ ബോൾസ് തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ആട്ടപ്പൊടിയും വെള്ളവും മാത്രം ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഗോതമ്പ് മാവ് കുഴച്ച് ഡോ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അപ്പോഴും വിഷമിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ വീട്ടിലുള്ള സവാള ഒരു 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള കറികളിലേക്ക് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ സവാള കറിയിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മതി. സവാള എക്സസ് ആയിട്ടുള്ള നമ്മുടെ ഉപ്പ് അബ്സോർബ് ചെയ്തുകൊള്ളും. ഇത്തരത്തിൽ നമ്മൾ റോ ആയിട്ടുള്ള സവാള കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ആ സവാള എടുത്തു മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അവിയൽ പോലുള്ള കറികളിൽ ഉപ്പ് കൂടിയാൽ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്പുകളൊന്നും ഇത്തരം കറികളിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലെ 1-2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് അവിയലിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അവിയലിലുള്ള അധികമായിട്ടുള്ള ഉപ്പ് ആ തൈര് അബ്സോർബ് ചെയ്തുകൊള്ളും. മാത്രവുമല്ല, നമ്മുടെ അവിയലിന് നല്ലൊരു ടേസ്റ്റും കിട്ടും ഇങ്ങനെ നമ്മൾ തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ.
നമ്മൾ പലതരത്തിലുള്ള റൈസുകൾ തയ്യാറാക്കിയെടുക്കാറുണ്ടല്ലേ. ഫ്രൈ റൈസ്, ബിരിയാണി ഇങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ടൈമിൽ നമ്മുടെ ചോറിൽ ഉപ്പ് കൂടിയാൽ നമ്മൾ എന്താ ചെയ്യുക? അതിന് നമുക്ക് പരിഹാരമുണ്ട്. ഇതുപോലെ കുറച്ച് ഒണിയൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ചോറിലേക്ക് ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എക്സസ് ആയിട്ടുള്ള ഉപ്പൊക്കെ ഈ ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഒണിയൻ അബ്സോർബ് ചെയ്തുകൊള്ളും. നമ്മൾ ഈ ഒരു ഒണിയൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഉപ്പ് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൈ ചെയ്തെടുത്ത ഓണിയൻ ഇതുപോലെ നമ്മുടെ റൈസിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ ആ റൈസിലുള്ള എക്സസ് ആയിട്ടുള്ള ഉപ്പൊക്കെ അബ്സോർബ് ചെയ്തുകൊള്ളും. ലാസ്റ്റായിട്ട് നമ്മുടെ ഉപ്പുമാവ് പോലുള്ള ഐറ്റംസിൽ ഉപ്പ് കൂടുകയാണെങ്കിൽ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഉപ്പുമാവിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എക്സസ് ആയിട്ടുള്ള ഉപ്പൊക്കെ നമ്മുടെ തേങ്ങാപ്പാൽ അബ്സോർബ് ചെയ്തുകൊള്ളും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം എല്ലാ ടൈപ്പ് കറികളിലും ഉപ്പ് കൂടിയാൽ എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക്